ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 21. ദണ്ഡിസ്വാമിയുടെ കുക്കുടേശ്വര ക്ഷേത്ര സന്ദർശനം. സാധകർക്ക് സ്ഥാനശുദ്ധിയും ഭാവശുദ്ധിയും ആവശ്യമാണ്. മഹാഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഞാനും ഗുരുചരണനും കൂടി മാഞ്ചാല ഗ്രാമ സന്ദർശനത്തിനായി പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ശ്രീപാദൻ്റെ ലീലകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ആധ്യാത്മിക വിദ്യയെ സംബന്ധിച്ച പല കാര്യങ്ങളും ഗുരുചരണനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഗുരുചരണനോട് ശ്രീമൻ വസിഷ്ഠൻ്റെ അംശമുള്ള ഒരാൾ ശ്രീപാദൻ്റെ സംസ്ഥാനത്തിൽ പൂജാരിയായി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആരാണ് ആ മഹാഭാഗ്യവാൻ? അദ്ദേഹം ഏത് കാലത്താണ് വരിക എന്ന് ചോദിച്ചു. ഗുരുചരണൻ പറഞ്ഞു, ശങ്കരഭട്ട് കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് തൻ്റെ പേരിൽ തൻ്റെ ജന്മസ്ഥലത്ത് മഹാസംസ്ഥാനം സ്ഥാപിക്കപ്പെടും എന്നാണ് ശ്രീപാദൻ പറഞ്ഞത്. ആ മഹാസംസ്ഥാനത്തിൽ ആരോ ഒരു മഹാതപസ്വി പൂജാരിയായി വരണമെന്നാണ് ശ്രീപാദൻ്റെ ദിവ്യസങ്കല്പം. ഒരു ദിവ്യസങ്കല്പമില്ലാതെ മഹാതപസ്വികൾ വരികയില്ല. ദീർഘകാലത്തെ ധ്യാനം, ആരാധന, പവിത്ര മന്ത്രോച്ചാരണം, ഭക്തി ശ്രദ്ധകളോടുകൂടിയ പൂജാവിധാനം എന്നിവ വായുമണ്ഡലത്തെ പരിശുദ്ധമാക്കുന്നു. വിശ്വാന്തരാളത്തിൽ 10 ദിശകളിൽ നിന്നും ആശയതരംഗങ്ങൾ എപ്പോഴും പ്രസരിപ്പിക്കപ്പെടുന്നു. ശുദ്ധമായ മനസ്സുള്ളവർ പവിത്രമായ സ്പന്ദനങ്ങളെ സ്വീകരിക്കുന്നു. അശുദ്ധമായ മനസ്സുള്ളവർ അപവിത്രമായ സ്പന്ദനങ്ങളെ സ്വീകരിക്കുന്നു. ഒരു പ്രത്യേക പ്രദേശത്തെ വായുമണ്ഡലത്തിൽ നല്ല ആശയതരംഗങ്ങളുടെ ശക്തി അത്യുച്ചത്തിലായിരിക്കുമ്പോൾ ആ പ്രദേശം മഹാപുരുഷന്മാരുടെ മാനസിക ചൈതന്യത്തെ സ്പർശിച്ചുകൊണ്ട് അവരെ അനേകവിധ വിചിത്ര മാർഗങ്ങളിലൂടെ അനായാസം അവിടേക്ക് ആകർഷിക്കുന്നു. ഇതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. നേരെ മറിച്ച് ഒരിടത്ത് ദുഷ്ടമായ ആശയതരംഗങ്ങളാണ് മുഖ്യമായും ഉള്ളതെങ്കിൽ ആ പ്രദേശം ദുഷ്ടപുരുഷന്മാരുടെ മാനസിക ചൈതന്യത്തെ സ്പർശിച്ച് അവരെ അനേക വിചിത്ര മാർഗങ്ങളിലൂടെ അവിടേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ട് ആത്മീയ സാധകൻ സ്ഥലശുദ്ധിയുള്ള പ്രദേശങ്ങളിൽ മാത്രമേ താമസിക്കാവൂ. മനസ്സ് ശുദ്ധമായിരിക്കണം. ശുദ്ധമനസ്കരുമായി മാത്രം ഇടപഴകണം. ദ്രവ്യശുദ്ധി ഉള്ളവരിൽ നിന്ന് മാത്രം പണവും ഭക്ഷണവും സ്വീകരിക്കണം. വേദാന്തങ്ങളിൽ മഹാപണ്ഡിതന്മാരെന്ന് നടിക്കുന്നവർക്ക് ശ്രീപാദൻ്റെ കടാക്ഷം ലഭിക്കുകയില്ല. കൽമഷരഹിതമായ മനസ്സുള്ള പാണ്ഡിത്യം കുറഞ്ഞവർക്ക് ശ്രീപാദനിൽ നിന്ന് അസാമാന്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ഞാൻ വ്യാപാരത്തിനായി ഒറീസയിലെ ജഗന്നാഥപുരിയിലേക്ക് പോയി. ജഗന്നാഥൻ്റെ സ്ഥാനത്ത് ശ്രീപാദനെയാണ് ഞാൻ അവിടെ ദർശിച്ചത്. അവിടെ 3-4 ശ്രീപാദ ഭക്തന്മാർ വന്നിരുന്നു. ശ്രീപാദൻ അവർക്ക് അവരുടെ ഇഷ്ടദേവതാരൂപങ്ങളിലും പിന്നെ ശ്രീപാദനായും ദർശനം നൽകി. അങ്ങനെ അദ്ദേഹം താൻ സമസ്ത ദേവീ ദേവതകളുടെയും രൂപമാണ് എന്ന് മൗനമായി അവരെ ബോധ്യപ്പെടുത്തി. ദണ്ഡിസ്വാമിയുടെ ഗർഭഭംഗം. ഞങ്ങൾ ചെന്ന ദിവസം ദണ്ഡിസ്വാമി തൻ്റെ 108 ശിഷ്യന്മാരുടെ കൂടെ അവിടെ വന്നു. മഹാത്മാക്കളെ കാണുമ്പോൾ അവരുടെ കാൽക്കൽ നമസ്കരിക്കുക എന്നത് ഞങ്ങളുടെ പതിവാണ്. ഞങ്ങൾ ദണ്ഡിസ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച ഉടനെ അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടമായി. ശ്രീപാദ ശ്രീവല്ലഭ മഹാപ്രഭോ ശ്രീ ദണ്ഡിസ്വാമിക്ക് വീണ്ടും സംസാരശേഷി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ശ്രീ ദണ്ഡിസ്വാമിക്ക് ഉടൻ സംസാരശേഷി തിരികെ കിട്ടി. ഞങ്ങൾ ശ്രീപാദൻ്റെ ശിഷ്യന്മാരാണ് എന്ന് അറിഞ്ഞപ്പോൾ ദണ്ഡിസ്വാമിയുടെ കൂടെയുള്ളവർ കുതർക്കങ്ങൾ ഉന്നയിക്കുവാൻ തുടങ്ങി. ശ്രീപാദൻ എന്ന മനുഷ്യൻ ഒരു ക്ഷുദ്രമാന്ത്രികനാണ്. അയാളുടെ ശിഷ്യന്മാരായ ഇവരും ക്ഷുദ്രമാന്ത്രികന്മാരാണ്. ഇവർ തങ്ങളുടെ ക്ഷുദ്രവിദ്യ കൊണ്ട് നമ്മുടെ സ്വാമിയുടെ സംസാരത്തെ ഇല്ലാതാക്കി. എന്നാൽ സ്വാമി തൻ്റെ മഹാശക്തി കൊണ്ട് തൻ്റെ സ്വസ്ഥത വീണ്ടെടുത്തു. സ്വാമി നിങ്ങളുടെ ശ്രീപാദൻ്റെ ശരിയായ സ്വഭാവം വെളിപ്പെടുത്തും. ഞങ്ങളുടെ മഹാസ്വാമി പീഠികാപുരം സന്ദർശിക്കും. ശ്രീപാദനെ മണ്ണ് തീറ്റി വിജയപത്രിക നേടും. പീഠികാപുര ഗ്രാമപ്രജകൾ തങ്ങളുടെ മഹാസ്വാമിയെ ഒരു ബ്രഹ്മരഥത്തിൽ ഇരുത്തി ഘോഷയാത്ര നടത്തും. ഞങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. തൻ്റെ ആശ്രിതനെ വിപത്കരമായ പരിതസ്ഥിതിയിലേക്ക് എറിയുകയും അയാൾ പ്രാണരക്ഷയ്ക്കായി കരഞ്ഞപേക്ഷിക്കുകയും
കരഞ്ഞപേക്ഷിക്കുമ്പോൾ വിചിത്രമായ പദ്ധതിയിലൂടെ ഭക്തരക്ഷണം നടത്തുകയും ചെയ്യുക എന്നത് ശ്രീപാദൻ്റെ ലീലാസമ്പ്രദായമാണ്. പ്രശ്നം ഉണ്ടാക്കുന്നത് അദ്ദേഹമാണ്, പരിഹാരം ഉണ്ടാക്കുന്നതും സഹായിക്കുന്നതും അദ്ദേഹമാണ്. ഈ വിധമുള്ള ലീലാവിശേഷങ്ങൾ എല്ലാ ദത്തഭക്തർക്കും അനുഭവമുള്ളതാണ്. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ദണ്ഡിസ്വാമി പീഠികാപുരത്ത് വന്നു. ഭാഗ്യവശാൽ ഞാനും അതേ സമയത്ത് എൻ്റെ യാത്രാമാർഗത്തിലുള്ള സ്ഥലമായ പീഠികാപുരത്ത് എത്തി. ശ്രീ ബാപ്പന്നാരിയുടെയും ശ്രീ അപ്പലരാജശർമ്മയുടെയും ശ്രീ ശ്രീപാദൻ്റെയും നേരെ വിദ്വേഷവും വിഷവും വമിക്കുന്നവരുടെ എണ്ണത്തിന് അവിടെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ശ്രീ ദണ്ഡിസ്വാമിയും ശിഷ്യന്മാരും കുക്കുടേശ്വര ക്ഷേത്രത്തിലെ ദേവീദേവന്മാരെ ദർശിച്ചു. സ്വയംഭൂദത്തനെയും അവർ ദർശിച്ചു. ദണ്ഡിസ്വാമി പറഞ്ഞു, ഇവിടുത്തെ സ്വയംഭൂദത്തൻ്റെ മഹിമ അപാരമാണ്. താൻ ദത്തൻ്റെ അവതാരമാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീപാദൻ്റെ ഗർവ് ശമിപ്പിക്കുവാൻ സ്വയംഭൂദത്തൻ എന്നെ ഒരു ഉപകരണമാക്കിയിരിക്കുകയാണ്. ഇന്നു മുതൽ പീഠികാപുരത്തിന് നല്ല നാളുകളാണ്. ഇനി ഇവിടത്തെ ജനങ്ങൾക്ക് അല്ലലില്ലാതെ ജീവിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് വിഭൂതിയും കുങ്കുമവും മറ്റും സൃഷ്ടിച്ച് എല്ലാവർക്കും നൽകി. പീഠികാപുരത്തെ ബ്രാഹ്മണർ വേദമന്ത്രഘോഷങ്ങളോടെ ശ്രീ ദണ്ഡിസ്വാമിയെ ഊരിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായി കുക്കുടേശ്വര ദേവാലയത്തിലേക്ക് പോയി. ഒരു പൊതു അറിയിപ്പ് ഗ്രാമത്തിൽ ചെണ്ടകൊട്ടി വിളംബരം ചെയ്യപ്പെട്ടു. താൻ ദത്താവതാരമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ശ്രീപാദൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ദണ്ഡിസ്വാമിയുടെ കാലിൽ സാഷ്ടാംഗം നമസ്കരിക്കണം. ശ്രീ ബാപ്പനാര്യ സ്വയം ദണ്ഡിസ്വാമിയുടെ മുമ്പിൽ ഹാജരായി ക്ഷമാപണം ചെയ്യണം. ശ്രീ അപ്പലരാജശർമ്മ ശ്രീ ദണ്ഡിസ്വാമിയുടെ മുമ്പിൽ ഹാജരായി താൻ പരമ്പരാഗതമായി പൂജിച്ചു വരുന്ന കാലാഗ്നശമന വിഗ്രഹത്തെ അദ്ദേഹത്തിന് സമർപ്പിച്ച് സ്വാമി വിധിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയനാകണം. ശ്രീ പൈണ്ഠ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന ആര്യ വൈശ്യ പരിഷത്ത് ശ്രീ ശ്രീപാദനും ശ്രീ അപ്പലരാജശർമ്മയും ശ്രീ ബാപ്പനാരിയും ദണ്ഡിസ്വാമിയുടെ മുമ്പിൽ കുമ്പിടരുത് എന്നും ഇങ്ങനെയുള്ള അകൃത്യങ്ങളെ പിന്താങ്ങരുതെന്നും തീരുമാനമെടുത്തു. ശ്രീ നരസിംഹവർമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്ഷത്രിയ മഹാസഭയും സമാനമായ തീരുമാനങ്ങൾ എടുത്തു. ശ്രീ ശ്രീപാദൻ തൻ്റെ മുത്തച്ഛൻ്റെ ഗൃഹത്തിൽ അത്തിമരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദിവ്യകാന്തി ചൊരിയുന്ന മുഖത്ത് നോക്കി ശ്രീ ശ്രേഷ്ഠി ദുഃഖം സഹിക്കവയ്യാതെ കണ്ണീർ പൊഴിച്ചു. ശ്രീ നരസിംഹവർമ്മയും ശ്രീ ശ്രേഷ്ഠിയും ശ്രീ ബാപ്പനാരിയും മൗനമായി ശ്രീപാദൻ്റെ അരികിൽ ഇരുന്നു. ശ്രീ അപ്പലരാജശർമ്മ പതറിയ മനസ്സോടെ മിണ്ടാതിരുന്നു. ശ്രീകൃഷ്ണനോട് സദൃശനായ ശ്രീപാദൻ നിദ്രയിൽ നിന്ന് ഉണർന്ന് തനിക്ക് വിശക്കുന്നുവെന്നും തൈരുചോറ് വേണമെന്നും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മമ്മ ഒരു വെള്ളിത്തളികയിൽ തൈരുചോറ് കൊണ്ടുവന്നു. ശ്രീ ശ്രീപാദൻ തിടുക്കത്തിൽ അത് ഭക്ഷിച്ചു. അദ്ദേഹം മുത്തച്ഛനോട് വേദം ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു. വേദസൂക്തങ്ങൾ ചൊല്ലുന്നതിൽ ശ്രീ അപ്പലരാജശർമ്മയും ശ്രീപാദനും പങ്കുകൊണ്ടു. ശ്രീ നരസിംഹവർമ്മയും ശ്രീ ശ്രേഷ്ഠിയും വളരെ സന്തോഷത്തോടെ സുശ്രാവ്യവും പവിത്രവുമായ ആ വേദാലാപനത്തെ കേട്ടുകൊണ്ടിരുന്നു. അവിടുത്തെ അന്തരീക്ഷം ഒരു ആശ്രമത്തിലേതുപോലെ പവിത്രമായിരുന്നു. കുക്കുടേശ്വര ക്ഷേത്രത്തിൽ സ്വയംഭൂദത്തൻ്റെ മുഖത്ത് തൈരുചോറിൻ്റെ ഉരുളകൾ പ്രത്യക്ഷപ്പെട്ടു. പൂജാരി അത് തുടച്ചു നീക്കുമ്പോൾ അത് വീണ്ടും പ്രത്യക്ഷപ്പെടും. സ്വയംഭൂദത്തൻ ഇങ്ങനെയൊരു ലീല പ്രദർശിപ്പിക്കുക എന്നത് അസാധാരണമായിരുന്നു. ദണ്ഡിസ്വാമിയും ശിഷ്യന്മാരും പീഠികാപുരത്ത് നിന്ന് പുതുതായി ചേർത്ത ശിഷ്യന്മാരും വേദാഘോഷത്തോടെ അവിടെ നിന്ന് പുറപ്പെട്ടു. അവർ മുമ്പോട്ട് അടിവെക്കും തോറും ഭൂമിയുടെ വിസ്താരം കൂടുന്നതായി അവർക്ക് തോന്നി. കാലുകൾ അനക്കുന്നുണ്ടെങ്കിലും അവർക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നില്ലെന്ന് കാണികൾക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള വിചിത്ര വിന്യാസത്തിൽ കുറേ സമയം പോയി. എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. ഇതിനിടെ ദണ്ഡിസ്വാമിയുടെ ബ്രഹ്മദണ്ഡം രണ്ടായി മുറിഞ്ഞു. തൻ്റെ നട്ടെല്ല് രണ്ടായി മുറിഞ്ഞതായി ദണ്ഡിസ്വാമിക്ക് തോന്നി. അദ്ദേഹം തറയിൽ വീണു. പീഠികാപുരത്തെ ബ്രാഹ്മണർ ഭയം കൊണ്ട് വിറച്ചു. ശ്രീ ശ്രീപാദൻ ദണ്ഡിസ്വാമിയേക്കാൾ ശക്തനാണെന്നും ശ്രീപാദനോട് ശത്രുത പുലർത്തുന്നത് അവരെ കുഴപ്പത്തിൽ ചാടിക്കുമെന്നും അവർക്ക് മനസ്സിലായി. എങ്കിലും അവിടെ നിന്ന് പോകേണ്ടതെങ്ങനെയെന്നും സ്വഗൃഹങ്ങളിൽ എത്തേണ്ടതെങ്ങനെയെന്നും അവർക്ക് അറിയാതെയായി. മോഹം നശിക്കുമ്പോൾ മോക്ഷം. പീഠികാപുരത്ത് അബ്ബന്ന എന്നൊരാളുണ്ടായിരുന്നു. പാമ്പുകളെ പിടിച്ച് അവയെ പ്രദർശിപ്പിക്കലായിരുന്നു അയാളുടെ ജീവിതമാർഗം. നാഗസ്വരം ഊതിക്കൊണ്ട് അയാൾ ബാപ്പനാരിയുടെ ഗൃഹത്തിലേക്ക് വന്നു. വേദം ചൊല്ലൽ നിർത്തുവാൻ ശ്രീപാദൻ പറഞ്ഞു. അദ്ദേഹം അബ്ബന്നയ്ക്ക് മൃഷ്ടഭോജനം കൊടുത്തു. അയാളെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ നിങ്ങളുടെ പാത്രം നിറയെ ഇവിടെ നിന്നുള്ള വെള്ളവുമായി കുക്കുടേശ്വര ക്ഷേത്രത്തിലേക്ക് പോകണം. ഭഗവാൻ ദത്തൻ്റെ അവതാരം കരചരണാദി അവയവങ്ങളോടുകൂടി
ശ്രീപാദ ശ്രീവല്ലഭൻ്റെ രൂപത്തിൽ പീഠികാപുരത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു കാരണവും കൂടാതെ അദ്ദേഹത്തെ അധിക്ഷേപിച്ച ചില മഹാപാപികൾ കുക്കുടേശ്വര ക്ഷേത്രത്തിലുണ്ട്. അവർക്ക് മരണശേഷം പിശാചി ജന്മം നൽകുവാൻ ചിത്രഗുപ്തൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ ആ ചിത്രഗുപ്തനുമായി ആ പാപം പരിഹരിക്കാനുള്ള ഉപായം ആലോചിക്കുകയാണ്. ഭൂമാതാവും കോപിച്ചിരിക്കുകയാണ്. നിങ്ങൾ അവിടെ ചെന്ന് ഭൂമാതാവിനോട് ശാന്തയാകുവാൻ ഞാൻ ആവശ്യപ്പെട്ടതായി പറയൂ. ശ്രീപാദനെ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള സമ്മതം അറിയിക്കുന്നുവെങ്കിൽ അവരുടെ ദേഹത്തിൽ ഈ ജലം തളിക്കുക. ചെരുപ്പുകുത്തിയായ സുബയ്യയുടെ വീട്ടിൽ ചെന്ന് അയാളെയും കൂട്ടിക്കൊള്ളൂ. അയാളുടെ പാത്രത്തിൽ നിന്ന് തൈരുചോറ് എടുത്ത് മഹാപ്രസാദമായി എല്ലാവർക്കും വിതരണം ചെയ്യൂ. അബ്ബനെയും സുബയ്യയും ക്ഷേത്രത്തിൽ ചെന്ന് അവരെ എല്ലാവരെയും ശ്രീ ബാപ്പനാരിയുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു. ശ്രീപാദൻ ഉഗ്രരൂപിയായി ഇങ്ങനെ പറഞ്ഞു: ഒരു ദണ്ഡിസ്വാമിയാണെന്നതിൽ എന്ത് അഹങ്കാരമാണ് നിങ്ങൾക്ക്? നിങ്ങൾ ആരാധിക്കുന്ന ശ്രീദത്തനെ ശ്രീപാദ ശ്രീവല്ലഭ രൂപത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത പരമവിഡ്ഢിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു ശിഷ്യഗണവും കൂടെയുണ്ട്. മൂഢതയിൽ നിങ്ങൾക്ക് ചേരുന്നവരാണ് അവർ. പീഠികാപുരത്ത് നിന്ന് കൂടിയ ശിഷ്യഗണവുമുണ്ട്. എനിക്കെതിരായി എന്താണ് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുക? സൃഷ്ടി മുഴുവൻ ഭരിക്കുന്ന ഒരു സത്തയുടെ മുന്നിൽ നിങ്ങളുടെ അസ്തിത്വത്തിന് എന്ത് വിലയാണുള്ളത്? എന്ത് സാമർഥ്യമാണുള്ളത്? ദൈവദൂഷണം ചെയ്തതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ആശ്രിതർക്കും മഹാപാപം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാം നൂറ്റാണ്ടുകൾ പിശാചുക്കളായി ജീവിക്കണമെന്ന് ചിത്രഗുപ്തൻ നിർണയിച്ചു. എൻ്റെ അവ്യാജമായ കാരുണ്യം കൊണ്ട് ഞാനത് റദ്ദു ചെയ്തു. മനുഷ്യജന്മം എടുത്തതിനു ശേഷവും നിങ്ങൾ നീചജന്മങ്ങളുടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടു. അതും ഞാൻ വളരെ ചെറിയ ശിക്ഷയായി ചുരുക്കിയിട്ടുണ്ട്. ശ്രീപാദ ശ്രീവല്ലഭ സ്വരൂപം മഹാഗ്നി പോലെയാണ്. തീയിനോട് കളിക്കുന്നത് അപകടകരമാണ്. ഞാനും എൻ്റെ മായയും വ്യത്യസ്തമല്ലെന്നിരിക്കെ മോക്ഷം എന്നാൽ എന്താണ് എന്ന് ആലോചിക്കൂ. മോക്ഷം ക്ഷയിക്കുമ്പോൾ മോക്ഷം സച്ചിദാനന്ദ സ്വരൂപത്തെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അയാൾക്ക് അതിനുള്ള അർഹത ഉണ്ടെന്ന് വരികിൽ ഞാൻ തന്നെ അത് സാധിപ്പിക്കും. ദിവ്യാനന്ദ പാരവശ്യത്തിൽ മായയ്ക്ക് അതീതമായി സുഖസ്വരൂപമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും നൽകി അനുഗ്രഹിക്കും. എൻ്റെ ദൃഷ്ടിയിൽ നിർഗുണ നിരാകാരത്തിനും സഗുണ സാകാരത്തിനും മോക്ഷത്തിനും ബന്ധനത്തിനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഓരോ നിമിഷത്തിലും അസംഖ്യം നൂതന ലോകങ്ങളുടെ സൃഷ്ടിസ്ഥിതിലയങ്ങൾ നടക്കുന്നു. ജീവികളുടെ ഉന്നത സ്ഥിതികൾക്കും ഉന്നത ആനന്ദാവസ്ഥകൾക്കും അതിരോ പരിമിതിയോ ഇല്ല. മരണാനന്തരം എന്നിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും എന്നിലേക്ക് വരും. അവർ ദിവ്യമായ എത്ര 100 വർഷങ്ങൾ ആ അവസ്ഥയിൽ അവിടെ ഉണ്ടായിരിക്കണമെന്നും എപ്പോൾ ലോകത്തിലേക്ക് തിരികെ പോകണമെന്നും എൻ്റെ സങ്കല്പമനുസരിച്ച് ഞാൻ നിർണയിക്കും. ഒരു കപട നാടകത്തിൻ്റെ സൂത്രധാരനായ ഞാൻ ഇപ്പോൾ മനുഷ്യരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങൾ എന്നെ കാണുന്നു. ആ മഹോന്നത സ്ഥാനത്തു നിന്ന് ഞാൻ മനുഷ്യരൂപത്തിൽ താഴേക്ക് വന്നത് നിരാകാരസ്ഥിതിയിലും ഞാൻ എപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്ന് നിങ്ങളോട് പറയുവാനാണ്. മഹായോഗികളുടെ യോഗശക്തികൾ ലോക കല്യാണത്തിനായി വിനിയോഗിക്കപ്പെടണം. ലോകമെന്നാൽ ഈ ഭൂമി മാത്രമല്ല. നിങ്ങളെക്കാൾ താഴ്ന്ന നിലയിലുള്ള നിസ്സഹായരായ ജനങ്ങളെ സഹായിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ്. ഞാൻ ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും യോഗത്തിൻ്റെയും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും മാർഗങ്ങൾ ഉപദേശിക്കുവാൻ വേണ്ടിയാണ് അവതരിച്ചത്. ഞാൻ സർവ്വസത്യങ്ങളുടെയും മൂലമായ ഏകൈക സത്യമാണ്. സർവധർമ്മങ്ങളുടെയും മൂലമായ ഏകൈക ധർമ്മമാണ്. സർവകാരണങ്ങളുടെയും മൂലമായ ഏകൈക കാരണമാണ്. എൻ്റെ സങ്കല്പത്തിലുള്ളത് സൃഷ്ടിയിൽ വരും, ഇല്ലാത്തത് വരികയില്ല. എന്നെ കൂടാതെ സൃഷ്ടിയില്ല. ഞാൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുള്ളത്, സൃഷ്ടിയും ഉള്ളത്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സത്യം സ്പഷ്ടമാകുക? ഹിമാലയത്തിലേക്ക് പോകൂ, നിസ്സംഗമായി തപസ്സനുഷ്ഠിക്കൂ. ശിഷ്യന്മാരെ കൂടെ കൂട്ടരുത്. നിങ്ങൾക്ക് മോക്ഷം ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ ഉയർച്ച നേടിയില്ലെങ്കിലും എനിക്കോ ഈ സൃഷ്ടിക്കോ നഷ്ടമൊന്നും ഇല്ല. സൃഷ്ടിയിലെ കാര്യങ്ങൾ വേണ്ടതുപോലെ നടന്നുകൊള്ളും. ഇതാണ് യാഥാർത്ഥ്യം. പീഠികാപുരത്തെ ശിഷ്യന്മാരുടെ ഘോഷയാത്ര ഒട്ടകത്തിൻ്റെ വിവാഹത്തിന് കഴുതകളുടെ സംഗീത കച്ചേരി പോലെയാണ്. കഴുതകൾ ഒട്ടകങ്ങളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുന്നു. ഒട്ടകങ്ങൾ കഴുതകളുടെ സംഗീത മാധുര്യത്തെ പ്രശംസിക്കുന്നു. ഇങ്ങനെ പരസ്പരം പ്രശംസിക്കുമ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അരുന്ധതിയുടെയും വസിഷ്ഠൻ്റെയും സംബന്ധം. ഞാൻ ഗുരുചരണനോട് ചോദിച്ചു, അരുന്ധതി മാതാവ് ചണ്ഡാല കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. മാതാവ് എങ്ങനെയാണ് വസിഷ്ഠ മഹർഷിയെ വിവാഹം കഴിക്കാനിടയായത്? ഗുരുചരണൻ പറഞ്ഞു,
പണ്ട് വസിഷ്ഠൻ 1000 വർഷങ്ങൾ കഠിന തപസ് ചെയ്തു. ആ സമയത്ത് അക്ഷമാല എന്ന ഒരു ചണ്ഡാല കന്യക വസിഷ്ഠനു വേണ്ടി അവൾക്ക് ചെയ്യാവുന്ന ഉപചാരങ്ങൾ ചെയ്തിരുന്നു. സംപ്രീതനായ മഹർഷി അവളോട് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. അവൾ അദ്ദേഹം തൻ്റെ ഭർത്താവാകണമെന്ന് ആവശ്യപ്പെട്ടു. വസിഷ്ഠൻ ചോദിച്ചു, ഞാനൊരു ബ്രാഹ്മണനും നീയൊരു ചണ്ഡാലജാതി സ്ത്രീയുമാണ്. നമ്മൾ തമ്മിൽ ഒരു വിവാഹബന്ധം എങ്ങനെ ശരിയാകും? അപ്പോൾ അവൾ പറഞ്ഞു, അവിടുന്ന് എന്നോടൊരു വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ആഗ്രഹം ഉണർത്തിച്ചു. അവിടത്തേക്ക് ഉചിതമായി തോന്നുന്നുവെങ്കിൽ വരം തരാം, അല്ല എങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം. വാഗ്ദാനത്തെ ലംഘിക്കുവാൻ ധൈര്യമില്ലാതിരുന്ന മഹർഷി അവളോട് അവളുടെ ശരീരം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നത് സമ്മതമാണോ എന്ന് ചോദിച്ചു. അവൾ സമ്മതിച്ചു. മഹർഷി അവളുടെ ശരീരത്തെ ഭസ്മമാക്കി അതിനെ പുനരുജ്ജീവിപ്പിച്ചു. 7 പ്രാവശ്യം ഇപ്രകാരം ചെയ്തു. 7ാം പുനർജന്മത്തോടെ ചണ്ഡാലജാതിയിൽ ജനിച്ചതുകൊണ്ടുള്ള ദോഷമെല്ലാം ഇല്ലാതായ അവൾ ഏറ്റവും പരിശുദ്ധയായി. വസിഷ്ഠ മഹർഷി അവരെ വിവാഹം കഴിച്ചു. തൻ്റെ ഭർത്താവ് ചെയ്ത അനുഷ്ഠാനങ്ങൾക്ക് അല്പം പോലും തടസ്സം പറയാതിരുന്ന അവർ അരുന്ധതി എന്ന പേരിൽ പ്രസിദ്ധയായി. ഈ വിഷയം പ്രസംഗവശാൽ ശ്രീപാദൻ വസിഷ്ഠ ഗോത്രത്തിലുള്ള നരസിംഹവർമ്മയോട് പറഞ്ഞു. ഒരു ശൂദ്ര സ്ത്രീയിൽ ബ്രാഹ്മണനെ ജനിച്ച ഒരാൾക്ക് തൻ്റെ 7ാമത്തെ ജന്മത്തിൽ പൂണൂൽ ധരിച്ച് ബ്രാഹ്മണനാകാം. 4 ജാതിയിലുമുള്ള ജനങ്ങൾ തങ്ങൾക്ക് വിധിക്കപ്പെട്ട ധർമ്മങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. ഒരു ബ്രാഹ്മണൻ താൻ ആചരിക്കുന്ന ദുഷ്കർമ്മഫലം കൊണ്ട് ക്രമത്തിൽ അധപ്പതിച്ച് ഒരു ശൂദ്രനായി തീരാം. ഒരു ശൂദ്രന് സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ക്രമത്തിൽ ഉയർന്നൊരു ബ്രാഹ്മണനായി തീരാം. എന്നാൽ ശ്രീദത്തനിൽ ഇളകാത്ത ഭക്തിയും വിശ്വാസവും അർപ്പിക്കുന്നവർക്ക് അവരുടെ അർഹതയ്ക്കനുസരിച്ച് വേഗത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താം. ഏത് ജാതിയിൽ ജനിച്ചുവെന്നോ ഏത് അവസ്ഥയിൽ ജീവിക്കുന്നുവെന്നോ പരിഗണിക്കാതെ തൻ്റെ ഭക്തന് ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും നൽകുവാൻ ശ്രീദത്തന് കഴിയും. തൻ്റെ ഭക്തന്മാരുടെ ജന്മജന്മങ്ങളിലൂടെ ആർജിച്ച കർമ്മബന്ധങ്ങളെ മുറിച്ച് അവർക്ക് ഉന്നത സ്ഥിതി നൽകുക എന്നത് ശ്രീപാദൻ്റെ സഹജമായ ഒരു വിനോദമാണ്. ദത്തഭക്തർക്ക് ശ്രീപാദൻ നൽകുന്ന സുരക്ഷിതത്വം. ശ്രീപാദൻ്റെ മഹിമാവിശേഷങ്ങളെക്കുറിച്ച് തമ്മിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാഞ്ചാല ഗ്രാമത്തിൽ എത്തി. ഗ്രാമദേവി ദിവ്യദർശനം തന്ന് ഞങ്ങളെ കൃതാർത്ഥരാക്കി. തൻ്റെ ദിവ്യഹസ്തം കൊണ്ട് ഞങ്ങളെ പ്രസാദമൂട്ടി. ദേവി ഞങ്ങളോട് പറഞ്ഞു, പണ്ട് കാലത്ത് പ്രഹ്ലാദന് ഗുരുവായി വന്ന് ഉപദേശം കൊടുത്ത ശ്രീ ദത്താത്രേയൻ ഇപ്പോൾ ഭൂലോകത്തിൽ ശ്രീപാദ ശ്രീവല്ലഭ രൂപത്തിൽ ജീവിക്കുന്നു. ശ്രീപാദൻ്റെ സങ്കല്പം ഊഹിക്കുവാൻ പോലും ആകാത്തതാണ്. വരും നൂറ്റാണ്ടുകളിൽ പ്രഹ്ലാദൻ ഗുരു സാർവഭൗമനായി അവതരിക്കുമെന്നും ഈ പ്രദേശം മന്ത്രാലയം എന്ന പേരിൽ പ്രസിദ്ധമാകുമെന്നും ശ്രീപാദൻ സ്വയം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദിനംപ്രതി തുംഗഭദ്ര നദി ജലത്തെ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ശുഭം ഭവിക്കട്ടെ. ഇപ്രകാരം പറഞ്ഞ് ദേവി വീണ്ടും വിഗ്രഹമായി മാറി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കൃഷ്ണദാസു എന്നു പേരുള്ള ഒരു മാലദാസരി, അതായത് വിഷ്ണു ഭക്തനായ ഒരു പറയ സന്യാസി അവിടെ വന്നു. ഗ്രാമദേവി അദ്ദേഹത്തിന് പ്രസാദവും ഒരു പുഷ്പമാലയും കൊടുത്തു. അദ്ദേഹത്തോട് കരുംഗഡ്ഡയിലേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ 3 പേരും കരുംഘട്ടയിലേക്ക് പുറപ്പെട്ടു. എല്ലാ ദത്തഭക്തരും ഒരു ജാതിയിൽ ഉൾപ്പെട്ടവരാണ്. ദത്തപ്രഭുവിൻ്റെ പ്രസാദം അത് ഏത് ജാതിയിൽപ്പെട്ടവർ അർപ്പിച്ചതായാലും എല്ലാവർക്കും സ്വീകാര്യമാണ്. കൃഷ്ണദാസു കൂടെ ചേർന്നത് ഞങ്ങൾക്ക് കൂടുതൽ ഉത്സാഹമുണ്ടാക്കി. പ്രസംഗവശാൽ കൃഷ്ണദാസു പറഞ്ഞു, യജ്ഞാതി കർമ്മങ്ങളിൽ ദക്ഷിണ കൊടുക്കുന്നതിലെ 16, 116, 1116 എന്നീ സംഖ്യാഭേദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ ശ്രീപാദൻ്റെ സംഖ്യയായ 2498 അർത്ഥം മനസ്സിലാകും. ആത്മാവിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നത് പോലെ പിതാവിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകുന്നു. വിവാഹസമയത്ത് വരൻ അഗ്നിദേവനോട് പ്രാർത്ഥിക്കുന്നു, ഹേ അഗ്നിഹോത്രേ, എനിക്ക് ഈ വധുവിൽ നിന്ന് 10 മക്കളെ നൽകിയാലും അയാൾ സ്വയം 11ാമത്തെ കുട്ടിയാകും. അതുകൊണ്ട് 10 കുട്ടികൾ ഉണ്ടാകുക എന്നത് ധർമ്മസമ്മതമുള്ളതാണ്. അതിനുശേഷം ഭാര്യ മാതാവായി കരുതപ്പെടണം. പുത്രൻ പിതാവിൻ്റെ ദശാംശമാണ്. പിതാവിൻ്റെ ദശാംശമായ 10 പേർ ചേരുമ്പോൾ പൂർണ്ണരൂപമായ പിതാവുണ്ടാകുന്നു. ശിവൻ ആത്മരൂപമായതുകൊണ്ട് പരിപൂർണനാണ്. 16 ദശാംശങ്ങളെ 10 കൊണ്ട് ഹരിച്ചാൽ മുഴുവൻ സംഖ്യയായ 1 കിട്ടുന്നു. ഈ സംഖ്യ ശിവൻ്റെ പ്രതീകമാണ്. 6 ബാക്കിയാകുന്നു. വിഷ്ണു മായാസ്വരൂപത്തിലുള്ള മൂലപ്രകൃതി രൂപമാണ്. പ്രകൃതി പുരുഷൻ്റെ പകുതി ഭാഗമാണ്. 10ൻ്റെ പകുതി 5. ബാക്കിയായ 6നെ 5 കൊണ്ട് ഹരിച്ചാൽ മുഴുവൻ സംഖ്യയായ 1 കിട്ടും. അത് വിഷ്ണുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇപ്പോൾ ഒരു ദശാംശം ബാക്കിയാകുന്നു. ബ്രഹ്മാവ് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും
സന്താനം എന്ന നിലയിൽ അവരുടെ ദശാംശമാണ്. അതുകൊണ്ട് മുമ്പ് ബാക്കിയായ ഒന്നിനെ ഒന്നുകൊണ്ട് ഹരിച്ചാൽ ബ്രഹ്മാവിനെ പ്രതിനിധാനം ചെയ്യുന്ന മുഴുവൻ സംഖ്യയായ 1 ഫലമായിട്ട് വരുന്നു. ഇനി ബാക്കിയില്ല. പൂർണ്ണം എന്നാൽ 0. അത് നിർഗുണമാണ്. അതുകൊണ്ട് രുദ്രസ്വരൂപമാണ്. എല്ലാം ലയിക്കുമ്പോൾ മഹാശൂന്യം മാത്രം ഉണ്ടായിരിക്കും. മഹാശൂന്യത്തിൽ മാത്രമേ എല്ലാം ലയിക്കുക സാധ്യമാവുകയുള്ളൂ. എന്നാൽ അനന്തത്വ ധർമ്മമുള്ള വിഷ്ണുരൂപം ലയിക്കുന്നില്ല. സൃഷ്ടിസ്ഥിതി സ്വഭാവത്തിൽ അനന്തത അനിവാര്യമാണ്. ശ്രീപാദൻ ഷോഡശകലാപരിപൂർണനാണ്. മകനെ ശങ്കരഭട്ട്, ഒരു വസ്തു അസംഖ്യം ശകലങ്ങളായി വിഭജിക്കപ്പെടുമ്പോൾ ഓരോ ശകലവും ഒരു ശൂന്യമാകുന്നു. ഇങ്ങനെയുള്ള ശകലങ്ങൾ അനന്തമായി കൂടിച്ചേരുമ്പോൾ പരിമിതമായ ഒരു ആകാരം ഉണ്ടാകുന്നു. അതുകൊണ്ട് ശിവകേശവന്മാർ ഭിന്നരല്ല എന്നറിയുക. മേൽപ്പറഞ്ഞ ദശാംശ വിഭജനത്തിൽ 10 കൊണ്ട് ഹരിച്ചതിനു ശേഷം ബാക്കിയുള്ള 6-ൽ 5 വിഷ്ണുവിനെ പ്രതിനിധാനം ചെയ്യുന്നതായി എടുത്തു. പഞ്ചഭൂതാത്മകമായ സൃഷ്ടിയെല്ലാം വിഷ്ണുരൂപമായി കരുതപ്പെടുന്നു. യക്ഷയജ്ഞത്തെ നശിപ്പിച്ച വീരഭദ്രനോട് വിഷ്ണു പറഞ്ഞു, മൂലപ്രകൃതി ഈശ്വരൻ്റെ സന്തോഷത്തിനായി പർവ്വതീരൂപം, രാക്ഷസന്മാരുമായുള്ള യുദ്ധസമയത്ത് ദുർഗാരൂപവും, കോപാവസ്ഥയിൽ കാളികാദേവീ രൂപവും, പുരുഷവേഷമായി എൻ്റെയോ വീരഭദ്രൻ്റെയോ രൂപവും എടുത്തു. ശ്രീപാദൻ ഷോഡശകലാപരിപൂർണനാണ് എന്ന് കാണിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. 16 വയസ്സിൽ ശ്രീപാദൻ പീഠികാപുരത്തെ വിട്ടുപോയി. അദ്ദേഹം ബ്രഹ്മാവിഷ്ണു രുദ്ര സ്വരൂപമായതുകൊണ്ട് ഷോഡശകലാപരിപൂർണനാണെന്ന് അറിയുക. ദേവതകളുടെ വിവിധ സ്വരൂപങ്ങൾ. പ്രകൃതി വിഷ്ണു സ്വരൂപമായതുകൊണ്ട് 5 ദശാംശങ്ങൾ വിഷ്ണുവിൻ്റെ പ്രതീകമാണ്. പാർവതീ പരമേശ്വരന്മാരുടെ യോഗത്തിൽ നിന്ന് ഉണ്ടായ പുത്രനായ ബ്രഹ്മാവ് ശിവൻ്റെ ദശാംശ രൂപമാണ്. കാരണം സുസ്പഷ്ടമാണ്. ചേതനാരൂപമായ ശിവൻ പ്രധാനമാണ്. മിഥ്യാരൂപ ജഗത്തിൻ്റെ പ്രതീകമായ വിഷ്ണുരൂപം അപ്രധാനമാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് ശിവൻ്റെ ദശാംശരൂപമാണ്. ദശാംശരൂപ ബ്രഹ്മാവിൻ്റെ പ്രതീകമാണ് 1 എന്ന സംഖ്യ. ഈ 1 എന്ന സംഖ്യ 2 മുതൽ 9 വരെയുള്ള അഷ്ടമൂർത്തികളിൽ വ്യാപിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മാവിന് നവപ്രജാപതി സ്വരൂപം സിദ്ധിച്ചു. 16, 100, 1000 എന്നീ സംഖ്യകളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യകൾ പ്രത്യേകം കണക്കാക്കി അവയോട് 16 ചേർത്തപ്പോൾ അവ 116, 1116 ആയി. അവയെ 10 കൊണ്ട് ഹരിച്ചപ്പോൾ അവ വിവിധ വസ്തുസമൂഹങ്ങളുടെ പ്രതീകങ്ങളായി. ശിവനെ 1 എന്ന പൂർണ്ണസംഖ്യയും വിഷ്ണുവിനെ 11 എന്ന 2 അക്ക പൂർണ്ണസംഖ്യയും ബ്രഹ്മാവിനെ 111 എന്ന 3 അക്ക പൂർണ്ണസംഖ്യയും പ്രതിനിധാനം ചെയ്യുന്നു. 16, 116, 1116 എന്നിവ ഷോഡശ ത്രിദക്ഷിണകൾ എന്ന് പറയപ്പെടുന്നു. ത്രിദക്ഷിണ ദാനം ചെയ്യുന്നവർക്ക് ബ്രഹ്മജ്ഞാനം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ത്രിദക്ഷിണ ദാനം ചെയ്യുക എന്നാൽ ശരീരവും ധനവും മനസ്സും ദാനം ചെയ്യുന്നതിന് തുല്യമാണ്. മേൽപ്പറഞ്ഞ സംഖ്യകൾക്ക് തുല്യമായ പണം ദാനം ചെയ്യുമ്പോൾ ലോകത്തെ തന്നെ ദാനം ചെയ്ത ഫലം കിട്ടുന്നു. പിണ്ഡാണ്ഡം, അതായത് ശരീരം, ലോകത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ശരീരം സവനത്രയ രൂപമാണ്, അതായത് 3 യജ്ഞക്രിയകളുടെ രൂപമാണ്. പ്രാതസവനം, മാധ്യംദിന സവനം, മൂന്നാമത്തെ സവനം ഗായത്രി. തൃഷ്ടുപ്പ് ജഗതി ഛന്ദസംബന്ധമായ അക്ഷരങ്ങളോട് കൂടിയതാണ്. ഗായത്രിയുടെ 24, തൃഷ്ടുപ്പിൻ്റെ 44, ജഗതിയുടെ 48 കൂടുമ്പോൾ 116 അക്ഷരങ്ങൾ. അതിനാൽ പിണ്ഡാണ്ഡ ദാനം കൊണ്ട് മേൽപ്പറഞ്ഞ ദ്രവ്യദാന ഫലം ലഭിക്കുന്നു. സവിതൃകാഠക ചയനഫലമാണ് ശ്രീപാദ അവതാരം. എല്ലാ ബുദ്ധിപ്രവർത്തനങ്ങൾക്കും പ്രേരകമാകുന്നത് സവിതൃമണ്ഡല മധ്യവർത്തിയായ ദിവ്യ തേജസ്സാണ്. അത് ഗായത്രി മാതാവാണ്. അത് 24ൻ്റെ പ്രതീകമാണ്. 9 ബ്രഹ്മസ്വരൂപമാണ്. 8 മായയുടെ രൂപമാണ്. ത്രേതായുഗത്തിൽ ഭരദ്വാജ മഹർഷി പീഠികാപുരത്ത് സവിതൃകാഠക ചയനം നടത്തിയപ്പോൾ ചെയ്ത വാഗ്ദാനപ്രകാരം ഇപ്പോൾ പീഠികാപുരത്ത് ശ്രീപാദ ശ്രീവല്ലഭ അവതാരമുണ്ടായി. ശക്തിസ്വരൂപവും ശാക്തസ്വരൂപവുമായ അർദ്ധനാരീശ്വരനായി ജീവികളുടെ എല്ലാ ബുദ്ധിപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവയെ ധർമ്മമാർഗത്തിൽ ചരിപ്പിക്കുന്ന മഹാവതാരമാണ് താനെന്ന് അറിയിക്കുവാനായി ദോ ചൗപാതി ദേവലക്ഷ്മി എന്ന് അദ്ദേഹം ഭിക്ഷ ചോദിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിനോദങ്ങളും ലീലകളും പാഠപദ്ധതികളിലെ വ്യാകരണവും ആർക്കും അറിയുകയില്ല. ആ പുതിയ വ്യാകരണത്തിൻ്റെ കർത്താവ് അദ്ദേഹം തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ അത് അറിയുകയുള്ളൂ.
കൃഷ്ണദാസുവിൽ നിന്ന് ഞാൻ പലതും കേട്ടു. പല പുതിയ കാര്യങ്ങളും മനസ്സിലാക്കി. പാണ്ഡിത്യത്തിൽ നിന്നുള്ള അഹങ്കാരമുള്ളവർക്ക് ശ്രീപാദൻ്റെ കടാക്ഷം ഒരിക്കലും ലഭിക്കുകയില്ല. കൃഷ്ണദാസു ഇപ്രകാരം പറഞ്ഞു. ശ്രീപാദൻ ഒരു ഉറുമ്പിൽ മുതൽ ബ്രഹ്മാവിൽ വരെ വ്യാപിച്ചിരിക്കുന്നു. ഒരിക്കൽ നരസിംഹവർമ്മയുടെ കൃഷിസ്ഥലത്ത് ശ്രീപാദനും ശ്രീവർമ്മയും വിശ്രമിക്കുകയായിരുന്നു. കുറേ സർപ്പങ്ങൾ അവിടേക്ക് വന്നു. ശ്രീപാദൻ വിചിത്രമായിട്ട് ഓരോ സർപ്പത്തിൻ്റെയും തല ദേഹത്തിൽ നിന്ന് നീക്കി. അവയെല്ലാം ഒരു ഭാഗത്ത് കൂമ്പാരങ്ങളായി കൂട്ടിയിട്ടു. ശ്രീവർമ്മ ഉറങ്ങുകയായിരുന്നു. അതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത അത്രയധികം ഉറുമ്പുകൾ അവിടെ വന്നുകൂടി. ശ്രീവർമ്മയുടെ ഉറക്കത്തെ ശല്യപ്പെടുത്താതിരിക്കാനായി ശ്രീപാദൻ അവയെല്ലാം കൊന്നു. കുറച്ചു സമയത്തിന് ശേഷം ശ്രീവർമ്മ ഉണർന്നു. ചത്തുകിടക്കുന്ന ഉറുമ്പുകളെ കണ്ട് ശ്രീവർമ്മയ്ക്ക് അനുകമ്പ തോന്നി. ശ്രീപാദൻ ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഒരു രാജാവ് തൻ്റെ സേവകനെ രക്ഷിക്കണം. ഇത് പ്രകൃതി നിയമമാണ്. ഈ വിചിത്ര ഉറുമ്പുകൾക്ക് അസാധാരണനായ ഒരു രാജാവുണ്ട്. അത് ഉടൻ വരും, കണ്ടുകൊള്ളൂ. അതിനിടയിൽ വിശേഷ നിറങ്ങളോടുകൂടിയ വലിയ ഒരു ചിതൽ വന്നു. അത് ചത്തുകിടക്കുന്ന ഉറുമ്പുകൾക്ക് ചുറ്റും നടന്നു. എല്ലാ ഉറുമ്പുകൾക്കും ജീവൻ തിരികെ കിട്ടി. ശ്രീപാദൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഈ ചിതൽ രാജാവിന് സഞ്ജീവനി ശക്തിയുണ്ട്. അതുകൊണ്ട് അത് തൻ്റെ എല്ലാ ഉറുമ്പുകളെയും രക്ഷപ്പെടുത്തി. സൃഷ്ടിയിൽ ഇത്തരത്തിലുള്ള പല അത്ഭുതങ്ങളും ഉണ്ട്. മുത്തച്ഛ, അങ്ങേക്ക് കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ നിമിഷവും അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിച്ചു തരുവാൻ എനിക്ക് കഴിയും. ഈ സമയത്ത് നരസിംഹവർമ്മ ചത്തുകിടക്കുന്ന നാഗങ്ങളെ കണ്ട് ആശ്ചര്യപ്പെട്ടു. അതും ശ്രീപാദൻ്റെ പ്രവൃത്തിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിന്നെ ശ്രീപാദൻ തൻ്റെ ദിവ്യഹസ്തങ്ങൾ കൊണ്ട് ഒരു നാഗത്തിൻ്റെ തല മറ്റൊരു നാഗത്തിൻ്റെ ദേഹത്തിനോട് ചേർത്ത് വെച്ച് പതുക്കെ തലോടി. ഇപ്രകാരം അദ്ദേഹം എല്ലാ നാഗങ്ങൾക്കും ജീവൻ കൊടുത്തു. നാഗങ്ങളെല്ലാം ശ്രീപാദനെ പ്രദക്ഷിണം വെച്ച് തിരികെ പോയി. ആ നാഗങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് വന്നതെന്നോ എന്തുകൊണ്ടാണ് ശ്രീപാദൻ അവയോട് ഇങ്ങനെ പെരുമാറിയത് എന്നോ ആർക്കറിയാം? ഞാൻ ഇതേക്കുറിച്ച് ശ്രീപാദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാഹുഗ്രഹത്തിൻ്റെ ശക്തി മതിയാകാതെ വരുമ്പോൾ എല്ലാ ജീവികൾക്കും അവയുടെ എല്ലാ പ്രവൃത്തികളിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഒരു പെരുമ്പാമ്പിൻ്റെ പിടിയിൽ അകപ്പെട്ടതുപോലെയുള്ള തോന്നൽ അവയ്ക്കുണ്ടാകും. ഇതിനെ കാളസർപ്പയോഗം എന്ന് ചിലർ പറയും. രാഹു സർപ്പങ്ങളുടെ അധിദേവനാണ്. തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന സർപ്പങ്ങൾ അദൃശ്യരായി എവിടെയോ ഉണ്ട്. ഈ ദോഷത്തെ പരിഹരിച്ച് ഞാൻ ഭക്തർക്ക് സുഖസന്തോഷങ്ങൾ നൽകുന്നു. ഞങ്ങൾ സുഖമായി കരുൺഗഡ്ഡയിൽ എത്തിച്ചേർന്നു. ശ്രീപാദൻ ഞങ്ങളെ മനോഹരമായ ഒരു പുഞ്ചിരി കൊണ്ട് അനുഗ്രഹിച്ചു. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.